ഫസ്റ്റ് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ടൈം ഒരു ഫോളോ അപ്പിന് വരുമ്പോൾ പല ആൾക്കാരും പറയാറുള്ള ഒരു കംപ്ലൈൻറ്റിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവർ പറയാറുണ്ട്, ഞങ്ങൾ ഫസ്റ്റ് സെഷൻ വന്നു, സംസാരിച്ചു, കുറച്ച് ടെക്നിക്സൊക്കെ, അതായത് ബ്രീതിങ് എക്സസൈസ്, അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ടെൻഷൻ വരുമ്പോൾ വല്ലാണ്ട് പേടി വരുന്നു, നെഞ്ചെടുപ്പ് കൂടുന്നു, അതുപോലെ ശ്വാസതടസ്സം പോലെ തോന്നുന്നു. അപ്പോഴൊക്കെ ബ്രീതിങ് എക്സസൈസ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ചെയ്തു നോക്കി. അപ്പോൾ നല്ലൊരു ആശ്വാസം തോന്നി, മനസ്സ് റിലാക്സ്ഡ് ആകുന്ന പോലെ തോന്നി. അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക്, അതായത് സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ്, നമുക്ക് വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും അത് നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ റിവേഴ്സ് കൗണ്ടിങ് ചെയ്യുക, അതായത് 100 നമ്മൾ പുറകോട്ട് 0 വരെ എണ്ണുകയാണെന്ന് വിചാരിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ടാസ്ക് ആണെന്ന് നമുക്ക് തോന്നിയാലും ഇത് നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനായിട്ട്, അത്രയും നേരം മനസ്സിൻ്റെ ആ ഒരു ടെൻഷൻ കുറഞ്ഞ് ചിന്തകൾ മാറി മനസ്സൊന്ന് നന്നായിട്ട് റിലാക്സ്ഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ടെക്നിക്കുകളെല്ലാം തന്നെ സെഷൻ സമയത്ത് ഉപയോഗിക്കുകയും എഫക്റ്റീവായിട്ട് കാണുകയും, വീട്ടിൽ പോയതിനു ശേഷം ഒരു തവണ ടെൻഷൻ വന്നു, അവർ ഈ ടെക്നിക്സ് ഉപയോഗിച്ചു, അപ്പോൾ ഒരു മനസ്സിന് ശാന്തത കിട്ടി. പക്ഷേ ഈ ടെൻഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് പലപ്പോഴും ഒരു ഇനീഷ്യൽ ഫേസിലോ ഒരു മൈൽഡ് ഫോമിലോ ഉള്ളപ്പോഴായിരിക്കില്ല മിക്കവരും ഇതിന് ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുന്നത്. ഇതിന് പല ലെവൽസിലാണ് ഈ ടെൻഷനും ഡിപ്രഷനും ഒക്കെ വരുന്നത്. ഉദാഹരണത്തിന് മൈൽഡായിട്ട് തോന്നാം, അല്ലെങ്കിൽ മോഡറേറ്റ് ലെവലിലാകാം, അല്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള ലെവലിലും ഇത് അനുഭവപ്പെടാം. അപ്പോൾ ഇത് ഇനീഷ്യലി തുടങ്ങുന്ന സമയത്തൊന്നും നമ്മൾ പനി ചികിത്സിക്കുന്നത് പോലെ നമ്മൾ ഇതൊരു എഫേർട്ട് എടുത്ത് പോയി മാറ്റാൻ ശ്രമിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരിൽ അതൊരു സിവിയർ സ്റ്റേറ്റിലേക്കോ മോഡറേറ്റ് സ്റ്റേറ്റിലേക്കോ ഒക്കെ പോയിട്ട് കുറച്ചുകൂടി കാലതാമസത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ടും എടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് പനി വരികയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ മീറ്റ് ചെയ്ത ആ ദിവസം തന്നെ നമുക്ക് ഈ അസുഖം മാറില്ല. അതിൻ്റേതായ സമയമെടുക്കും, നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഉത്കണ്ഠയുടെയും ഡിപ്രഷൻ്റെയും ഒക്കെ കാര്യത്തിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. നമ്മൾ അതിൻ്റേതായ സമയം കൊടുത്താലേ, നമ്മൾ പ്രാക്ടീസിലൂടെ ചെറിയ 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 ചേഞ്ചസ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഒരു തവണ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്തു, അതിനുശേഷം വീണ്ടും ഉത്കണ്ഠ വന്നു, വീണ്ടും എനിക്ക് ഭാവിയെപ്പറ്റി പേടി വന്നു, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടി വന്നു. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഈ ടെക്നിക്ക് ഉപയോഗിക്കാനായിട്ട് പലപ്പോഴും ഒരു ക്ഷമയില്ലാതെ പോകുന്നൊരവസ്ഥയുണ്ട്. കാരണം ഇത് ഏറ്റവും എളുപ്പത്തിൽ ഒരു തവണ കൺസൾട്ടേഷനിലൂടെ, അല്ലെങ്കിൽ ഒരു തവണ ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നതിലൂടെ പരിപൂർണമായിട്ടും ഇത് മാറും എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും വന്നു പോകാം. പക്ഷേ ഒരു മോഡറേറ്റ് ലെവലിൽ ആൻസൈറ്റി ഉള്ള ഒരാൾക്കാണെങ്കിൽ ഇത് പലപ്പോഴും നമ്മളിത് മേ ബി ഇന്ന് 5 തവണ നമ്മൾ ആ ടെക്നിക്ക് ഉപയോഗിക്കണമായിരിക്കും. അപ്പോൾ മുൻപ് 10 തവണ തോന്നുന്ന പേടി ചിലപ്പോൾ 5 പ്രാവശ്യമായിട്ട് അതിൻ്റെ ഫ്രീക്വൻസി അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റിയും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്സ്, കുറച്ച് നാളുകൾ, ഇതൊരു ശീലം പോലെ, കാരണം മുൻപുള്ള നമ്മുടെ ചിന്തകൾ, ഉത്കണ്ഠ അല്ലെങ്കിൽ ഡിപ്രഷനിലുള്ള നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട് എന്നൊക്കെ പറയും. അതായത് നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇടണ്ട, ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരികയാണ് ചിന്തകൾ. അപ്പോൾ അതൊരു ശീലമായിട്ട് നമുക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ ശീലം തുടങ്ങണമെങ്കിൽ അതിൻ്റേതായ സമയമെടുക്കും. നമ്മൾ ക്ഷമയോടെ റിപ്പീറ്റഡായിട്ടൊരു കാര്യം ചെയ്യുമ്പോഴാണല്ലേ നമുക്കൊരു പുതിയ ശീലം രൂപപ്പെടുന്നത്. ഉദാഹരണത്തിന് രാവിലെ എല്ലാ ദിവസവും 9 മണിക്ക് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ ദിവസവും ഇനി മുതൽ 4 മണിക്ക് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ എത്ര ഡിഫിക്കൽട്ടാണല്ലേ. ആദ്യത്തെ ദിവസം വളരെ വളരെ അങ്ങേയറ്റം ഡിഫിക്കൽട്ടായിരിക്കും, അതിൻ്റെ അടുത്ത ദിവസമൊക്കെ ഡിഫിക്കൽട്ടായിരിക്കും. പതുക്കെ ഒരു കുറച്ച് നാളുകൾക്ക് ഉള്ളിൽ, മേ ബി ഒരു 2 ആഴ്ചയ്ക്കകം അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ 4 മണിയാകുമ്പം ഉണർന്ന് വരാനായിട്ടൊരു ടെൻഡൻസി വരും. അവരുടെ ആ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു റിതം ഒക്കെ സെറ്റായി വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ നമുക്ക് എഫേർട്ട് ആവശ്യമായിട്ട് ഉള്ള ഒരു കാര്യമാണ് ഈ ബ്രീതിങ് എക്സസൈസും മനസ്സിൻ്റെ ടെൻഷൻ കുറയ്ക്കാനായിട്ടുള്ള ഡിസ്ട്രാക്ഷൻ ടെക്നിക്കും ഒക്കെ. റിപ്പീറ്റഡ്ലി ഒരു ഹാബിറ്റ് പോലെ നമ്മൾ ഫോം ചെയ്യണം, എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കണം. ടെൻഷൻ എപ്പോഴൊക്കെ വരുന്നോ അപ്പോഴൊക്കെ കുറച്ച് സമയം ബ്രീതിങ്ങിൽ ശ്രദ്ധിച്ച് സമാധാനമായിട്ട് കുറച്ച് സമയം ഇരിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റി കുറച്ച് നേരം മനസ്സിന് ശാന്തത കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇത് റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോൾ പിന്നീട് ടെൻഷൻ ഇല്ലാതെ സമാധാനമായിട്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കിട്ടും. ഒരിക്കലും ടെൻഷനും റിലാക്സേഷനും ഒരുമിച്ചൊരു സമയം നടക്കില്ല. നമ്മൾ റിലാക്സ്ഡ് ആണെങ്കിൽ ആ സമയം ടെൻഷന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചെറിയ ചെറിയ എഫേർട്ടുകൾ കുറച്ച് കാലങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് വലിയൊരു എഫക്റ്റായിട്ടായിരിക്കും നമുക്ക് അവസാനം ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കിട്ടുക. അപ്പോൾ ക്ഷമയോടെ ഈ ടെക്നിക്കുകൾ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം.